ഹായ് ഗൈസ്, നമ്മൾ സ്റ്റേ ഫ്രീ എപ്പോഴും സ്റ്റേ ഫ്രീയുടെ പാക്ക് അറിയാം. 37 റുപ്പീസ് ആണുള്ളത്. അതായത് നമ്മുടെ ഒരു ഇതേപോലെ ഒരു പാഡിന് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 6.17 റുപ്പീസാണ് ഒരു പാഡിന് വരുന്നത്. അതായത് ഈ 6.17 റുപ്പീസിന് താഴെ നമുക്ക് ഒരു ഫുൾ പാഡ് കിട്ടും എന്നുള്ളത് നിങ്ങൾക്കറിയാവും. അതായത് പ്രധാനമന്ത്രി യോജന, അതായത് പ്രധാനമന്ത്രിയുടെ ജനൌഷധി വഴി വിൽക്കപ്പെടുന്ന പാഡാണിത്. ഇതിൻ്റെ ജസ്റ്റ് 1 റുപ്പീസ് പാഡാണിത്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇതൊരു ജസ്റ്റ് 1 റുപ്പീസ് പാഡാണ്. അന്നേരം ഇതൊരു ജസ്റ്റ് 1 റുപ്പീസ് പാഡാണ്. ഇത് കാണുമ്പോൾ അറിയാൻ പറ്റും ഇതൊരു കുറച്ച് തിന്നായിട്ടുള്ള പാഡാണ് കമ്പയർ ടു സ്റ്റേ ഫ്രീയുടെ പാഡ്. അങ്ങനെ ഇതിനുള്ള മെറിറ്റ്സും ഒക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് അബ്സോർപ്ഷൻ കപ്പാസിറ്റി, അതേപോലെ തന്നെ അതേപോലെ ഇതിന് എന്തെങ്കിലും ഇറിറ്റേഷൻ ഉണ്ടാവുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് ജസ്റ്റ് ഇതിനകത്തൊരു ഇതേപോലെ കളേർഡ് ആയിട്ടുള്ള ഒരു ലിക്വിഡ് ഒഴിച്ച് നോക്കിയിട്ട് നമുക്ക് ടിഷ്യൂ വെച്ച് ജസ്റ്റ് നമുക്ക് എങ്ങനെയുണ്ട്, ഇത് കൂടുതൽ വെള്ളം പിടിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അതിനകത്ത് നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ അബ്സോർപ്ഷൻ കപ്പാസിറ്റി എന്ന് ചെക്ക് ചെയ്യാം. ഇതിലും നമുക്ക് സ്റ്റിക്ക് ചെയ്യുമ്പോൾ അതായത് ഗമ്മുണ്ട്. അന്നേരം നമുക്ക് ജസ്റ്റ് ഇത് സ്റ്റേ ഫ്രീയുടെ ആണ്. ഞാൻ ജസ്റ്റ് ഇവിടെ ഒട്ടിക്കുന്നത് നമുക്ക് നോർമലി അറിയാമല്ലോ. സ്റ്റേ ഫ്രീയുടെ പാഡിൻ്റെ കാര്യം നമുക്ക് നോർമലി അറിയാം. ഇത് നല്ല ഒരുപാട് ഇതല്ലാത്ത രീതിയിലുള്ള ഒരു ഒട്ടിപ്പുള്ള ടൈപ്പാണ്. നമുക്ക് സാധാരണ പ്രധാനമന്ത്രിയുടെ അതായത് ജനൌഷധി വഴി വിൽക്കുന്ന ഇതിൻ്റെ ജസ്റ്റ് ഒട്ടിച്ച് നോക്കാം. ഇതിൻ്റെ ഒട്ടിക്കുമ്പം ഇതും ഇതേപോലെ ബാക്കിലുണ്ട്, ഫ്രണ്ടിൽ 2 വിങ്സ് ആണുള്ളത്. അന്നേരം ഇത് ജസ്റ്റ് ഇങ്ങനെ ഒട്ടിക്കാം. ഒട്ടിക്കുമ്പം ഇത് കണ്ടോ, ഇത് നിങ്ങൾക്ക് വരെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല. അതായത് ഈ കമ്പയർ ടു സ്റ്റേ ഫ്രീയെ കാട്ടി ഇതിന് കുറച്ചും കൂടി അതായത് സ്റ്റിക്ക് ചെയ്തിരിക്കാനുള്ള പവർ കൂടുതലുണ്ട്, കുറച്ചും കൂടി സ്റ്റിക്ക് ചെയ്തിരിക്കുന്നുണ്ട്. ഇത് ബീട്രൂട്ട് വാട്ടറാണ്, അതായത് ബീട്രൂട്ട് ഇട്ട വെള്ളമാണ്. ഇത് യൂസ് ചെയ്തിട്ടാണ് ഇത് എത്രമാത്രം അബ്സോർബ് ചെയ്യും, അതായത് ബ്ലഡ് എത്രമാത്രം ഇത് പിടിച്ചെടുക്കുമെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അന്നേരം നമുക്കിത് ജസ്റ്റ് ഒഴിച്ചു നോക്കാം. ഫസ്റ്റ് നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ ഒഴിക്കുന്നു, ജസ്റ്റ് ഇതിൽ ഒഴിക്കാം. അത് രണ്ടിലും നമ്മൾ ഒഴിക്കുവാണ്. ഇത് ഒഴിക്കുമ്പോൾ തന്നെ നമ്മുടെ സ്റ്റേ ഫ്രീക്കകത്ത് ഒഴിക്കുമ്പോൾ തന്നെ അബ്സോർബ് ആവുന്നുണ്ട്. പക്ഷെ ഇത് നമ്മൾ 2 ടിഷ്യൂ എടുത്തിട്ടുണ്ട്. ഈ 2 ടിഷ്യൂവും വെച്ച് നോക്കാം. അത് ജസ്റ്റ് ഇതിൽ കമ്പയർ ടു ഇതിനകത്ത് വെള്ളം കുറവാണ്, പക്ഷേ രണ്ടിനും വാട്ടർ കണ്ടന്റ് ഉണ്ട്. പക്ഷേ നമ്മൾ പ്രധാനമന്ത്രിയുടെ നോക്കുമ്പോൾ പ്രധാനമന്ത്രിയുടേതിനകത്താണ് കൂടുതൽ വാട്ടർ കണ്ടന്റ് വരുന്നത്. പക്ഷേ സ്റ്റേ ഫ്രീയുടേതിനകത്ത് കുറച്ച് കുറവാണെന്നേ ഉള്ളൂ. പക്ഷെ രണ്ടിലും വെള്ളം ഉണ്ട് താനും. എന്നിട്ട് നമുക്കിത് ജസ്റ്റ് കട്ട് ചെയ്തും കൂടി നോക്കാം എങ്ങനെയാണ് എന്നുള്ളത്. ഇത് പ്രധാനമന്ത്രിയുടെ അതായത് ജനൌഷധിയുടെ ആണ്. എന്നിട്ട് ജനൌഷധി ജസ്റ്റ് കട്ട് ചെയ്യുവാണ്. കട്ട് ചെയ്യുമ്പോൾ കണ്ടോ ഇത്രയും തിക്നെസ് കണ്ടില്ലേ, വളരെ ചെറിയ. അതായത് നമുക്ക് എൻ്റെ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ നമുക്ക് അതായത് ലാസ്റ്റ് ഡേയ്സിൽ യൂസ് ചെയ്യുക, പീരീഡ്സിൻ്റെ ലാസ്റ്റ് ഡേയ്സിൽ യൂസ് ചെയ്യുക. അതേപോലെ പീരീഡ്സ് വരുന്നതിന് മുമ്പ് നമുക്ക് ഒരു പീരീഡ് ഡേറ്റ്സ് ആയുന്നുണ്ട് എങ്കിലും നമുക്ക് ജസ്റ്റ് ഇത് യൂസ് ചെയ്യാം. അതായത് പീരീഡ്സ് ആവുന്നതിന് ജസ്റ്റ് മുമ്പ് ഉള്ള ഡേറ്റുകളിൽ യൂസ് ചെയ്യാനും പറ്റും. ജനൌഷധിയുടെ ഈ പാഡുകൾ പാൻറ്റി ലൈനറിന് പകരമായിട്ട് ഉപയോഗിക്കാം. നമുക്ക് പാൻറ്റി ലൈനറിന് പകരമായിട്ട് പീരീഡ്സ് വരുമ്പോഴും അതേപോലെ തന്നെ ചില ആൾക്കാർക്ക് ഉണ്ടായിരിക്കും യൂറിൻ്റെ ഒരു ചെറിയ രീതിയിലൊരു യൂറിൻ പോക്ക് ഉണ്ടായിരിക്കും. അതിനൊക്കെ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റിയ ഒരു നല്ല ഓപ്ഷനാണ് ഇത്. നമ്മൾ സ്റ്റേ ഫ്രീയുടെ നോക്കുകയാണെങ്കിൽ സ്റ്റേ ഫ്രീയുടെ പെട്ടെന്ന് തന്നെ അതൊക്കെ പോയി. പിന്നെ നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. ജസ്റ്റ് കട്ട് ചെയ്യും അല്ലേ. കട്ട് ചെയ്യുമ്പോൾ ഇതിന് കമ്പയർ ടു മറ്റേതിനെ അപേക്ഷിച്ച് തിക്നെസ് കൂടുതലാണ്. പക്ഷെ അതേപോലെ തന്നെ വെള്ളം നനവൊക്കെ കുറവാണ്. എനിക്ക് തോന്നുന്നത് മറ്റേതിനെക്കാട്ടി കമ്പാരിറ്റീവ്ലി ഇത് തന്നെയാണ് നമുക്ക് യൂസ് ചെയ്യാൻ, അതായത് പീരീഡ് ഡേയ്സിൽ യൂസ് ചെയ്യാൻ നല്ലത്. പക്ഷേ നമുക്ക് ഇതേപോലെ തന്നെ അല്ലാതെ പീരീഡ്സ് കഴിഞ്ഞിട്ടുള്ള ഡേയ്സിൽ, അതേപോലെ പീരീഡ്സ് വരുന്നതിന് മുമ്പ് നമുക്ക് യൂസ് ചെയ്യണമെങ്കിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പാഡ്, നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്.